വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ വീണു പോകുന്നത് ഒരു പ്രതിഭാസമാണ്, ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ചതിക്കുഴിയാണ്. പക്ഷേ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഇടയന്മാരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് അജഗണത്തിന് വേണ്ടി മഹാ ഇടയനോട് പ്രാർത്ഥിക്കും. പത്രോസിൻ്റെ വാക്കുകളാണ് മഹാ ഇടയൻ. കർത്താവിന് മഹാ ഇടയൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം അതിന് താഴെയുള്ള ഇടയന്മാരാണ് അപ്പോസ്തലന്മാരൊക്കെ. അപ്പോൾ മഹാ ഇടയനോട് പ്രാർത്ഥിക്കും. ഇങ്ങനെ വിശ്വാസത്തിൽ വീണ് പോകുന്നുണ്ടല്ലോ ആൾക്കാരെ, എന്ത് ചെയ്യും, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ് പോകാതിരിക്കാൻ ഒരു മാർഗം പറഞ്ഞു കൊടുക്കും. അത് പത്രോസ് എഴുതിയിട്ടുണ്ട്. അതാണ് 2 പത്രോസ് 1:10. 2 പത്രോസ് 1:10. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിലെ ഉത്സാഹിക്കുവിൻ. ഒന്നേറ്റ് പറഞ്ഞേ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിലെ ഉത്സാഹിക്കുവിൻ. അപ്പോൾ നിങ്ങൾ വീണു പോകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ 2 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പത്രോസ്ലീഹായ്ക്ക് നൽകിയത്. എന്താണ്? ഒന്ന് വിളി, രണ്ടാമത്തത് തിരഞ്ഞെടുപ്പ്. ഇതെന്ത് ചെയ്യണം? ഇത് രണ്ടിനുള്ള കുഴപ്പമാണ്. ഇളകി പോകും ഇടയ്ക്കിടയ്ക്ക്. ചാഞ്ചാട്ടം ഉണ്ടാകും എന്നർത്ഥം. വിളിക്കും ചാഞ്ചാട്ടം ഉണ്ടാകും, തിരഞ്ഞെടുപ്പിനും ചാഞ്ചാട്ടം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഉറപ്പിക്കണമെന്ന് പറയണത്. ഒരു പ്രോസസ്സാണ്. എത്ര കാലം വരെ ഉറപ്പിക്കണം വെച്ചാൽ ഓർമ്മ പോണ വരെ ഉറപ്പിക്കേണ്ടി വരും. ആധ്യാത്മിക ആചാര്യന്മാരുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോഴും എൻ്റെ തന്നെ വ്യക്തിപരമായ ആധ്യാത്മിക അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണത്. അതായത് എത്ര കാലം ഇത് ഉറപ്പിക്കേണ്ടി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മ പോകണ വരെ. ഇപ്പോൾ ഓർമ്മയില്ലേ പിന്നെ സ്പിരിച്വാലിറ്റിയില്ലല്ലോ. അപ്പോൾ ഓർമ്മ പോകണ വരെ നമ്മളിത് ഉറപ്പിക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഉറപ്പിക്കേണ്ടത്? വിളി ഉറപ്പിക്കണം, രണ്ടാമത് തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കണം. അപ്പോൾ വിളി എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ അറിയണം. ഈ വിളി എന്ന് പറഞ്ഞാൽ എന്തിനാണ് വിളിക്കണത്? അതായത് വിളിക്കുമ്പോൾ എപ്പോഴും വിളിക്കേണ്ട കാരണം ഉണ്ടാകത്തില്ലേ, അതാണ് ഉറപ്പിക്കേണ്ടത്. എന്താ വിളിയുടെ കാരണം? ഇപ്പോൾ സുവിശേഷത്തിൽ 2 വിളിയുണ്ട്. ഫസ്റ്റ് കോൾ ആൻഡ് സെക്കൻഡ് കോൾ. 2 വിളിയുണ്ട്. 2 തരം. അപ്പോൾ 2 വിളിയുടെ നേച്ചർ നമ്മൾ അറിയണം. ഇത് അച്ഛനെയും കന്യാസ്ത്രീകൾക്കുള്ള വിളിയല്ല. ഇത് ജനറലായിട്ട് നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങിച്ച യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് നിത്യതയിലേക്കുള്ള ദൈവവിളിയാണ്. നിത്യത്തിലേക്കുള്ള ദൈവവിളി എല്ലാവർക്കും ഒരുപോലെയാണ്. അവരവരുടെ തിരഞ്ഞെടുപ്പ് അനുസരിച്ചുകൊണ്ട് അതിനെ സാക്ഷാത്കരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഒന്നുകൂടി ഒരുമിച്ച്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ കർത്താവിൻ്റെ വിളി എന്തിനുള്ളതാണ്? അതാണ് മർക്കോസിൻ്റെ 3:15.
വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3:15 എന്താണ്? തന്നോട് കൂടെ ആയിരിക്കുവാൻ, പിശാസുക്കളെ ബഹിഷ്കരിക്കുവാൻ, തന്നോടുകൂടി ആയിരിക്കുവാനും 3:15, 16, 17 തിരുവചനങ്ങളാണ്. 3 കാര്യത്തിനാണ് ദൈവം വിളിക്കുന്നത്. എന്തിനാണ്? തന്നോടുകൂടി ആയിരിക്കുവാൻ, പിന്നെ സുവിശേഷം പ്രസംഗിക്കുവാൻ. ഈ 2 കാര്യവും ഉറപ്പിച്ചാൽ മതി. തന്നോടുകൂടി ആയിരിക്കുവാനുള്ള, അതായത് ഏതവസ്ഥയിലും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ കൃപകൾക്കായി ആഗ്രഹിച്ചുകൊണ്ട് കൈകളടിച്ചുകൊണ്ട് പാടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, 14:15 ലോകത്തിന്മേൽ വിജയം നേടാൻ 3:14-15 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പിക്കേണ്ട ദൈവവിളി എന്താണ്? വീണു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉറപ്പിക്കേണ്ട ദൈവവിളി എന്താണ്? 1 മർക്കോസിന്റെ സുവിശേഷം 3:14 എന്താണ്? തന്നോട് കൂടി ആയിരിക്കുവാൻ. രണ്ടാമത്തേത് എന്താണ്? സുവിശേഷം പ്രസംഗിക്കുവാൻ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക. ഈ 2 കാര്യം ഉറപ്പിച്ചാൽ മതി. 1 തന്നോടുകൂടി ആയിരിക്കണം. അതായത് ഏത് കൊറോണ ആണെങ്കിലും നമ്മൾ വിശ്വാസത്തിലും ഭക്തിയിലും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. അത് ചുമ്മാ വിളിയല്ല, അത് വലിയ അടിസ്ഥാനപരമായി വീണ് പോകാതിരിക്കാനുള്ള. നമ്മളിപ്പോൾ രോഗിയായിട്ട് ആശുപത്രിയിലാണ് നിൽക്കണം വിചാരിച്ചോ, നമ്മൾ ആശുപത്രി കിടക്കുകയാണ്. കൊറോണ തന്നെ വേണമെന്നില്ല, ന്യൂമോണിയ എന്തെങ്കിലും രോഗം പിടിച്ച് നമ്മൾ ആശുപത്രി കിടക്കുകയാണ്. അപ്പം നമ്മളുടെ കൂടെ തുണ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, ബൈസ്റ്റാൻഡർ. അവർക്ക് 10 മണിയാകുമ്പോൾ രാത്രി നിൽക്കുന്ന ആളാണ്. 10 മണിയാകുമ്പോൾ അവർക്ക് പോയി വീട്ടിൽ പോയിട്ട് അവർക്കും അവരുടെ കാര്യങ്ങളുണ്ട്. പക്ഷേ വേറെ ഒരാൾ വന്ന് നിൽക്കാമെന്ന്, ചിലപ്പോൾ ഇളയ നാത്തൂനോ അല്ലെങ്കിൽ ചേടത്തിയോ അനിയത്തിയോ ആൻറ്റിയോ സംബടി ആരെങ്കിലും വന്ന് നിൽക്കാമെന്ന്. പക്ഷെ അവർ വന്നില്ലെന്ന് വിചാരിച്ചോ, ഇവർ പോവുകയും ചെയ്ത്. നമുക്കൊരു വെള്ളം എടുത്ത് തരാൻ പോലും ആരുമില്ല. അപ്പം നമ്മളെല്ലാ ബന്ധുക്കളെയും പ്രാഗി നമ്മൾ മനസ്സിന് വിഷമിച്ച് അവിടെ കിടക്കും. അപ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ്? ആരുടെയും കൂടെ അല്ലേ? ഉറപ്പാണ് കർത്താവിൻ്റെ കൂടെ അല്ലെന്ന് ഉറപ്പായി. നമ്മൾ ആരുടെങ്കിലും കൂടെ ആയിക്കൊള്ളട്ടെ, പക്ഷേ നമ്മൾ കർത്താവിൻ്റെ കൂടെ, ബേസിക്കായിട്ട് നമ്മൾ കർത്താവിൻ്റെ കൂടെ അല്ല. അതെപ്പോഴും നമ്മൾ, അതായത് ഈ വിളി എന്തിനുള്ളതാണ്? തന്നോട് കൂടെ ആയിരിക്കാനുള്ളതാണ്. അത് ഏതവസ്ഥയിലും. അത് ഇപ്പം നീ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോഴത്തെ ഭർത്താക്കന്മാരുടെയൊക്കെ കേസ് കേട്ടില്ലേ? ഹൈക്കോടതി വന്ന കേസ് കേട്ടില്ലേ? ഭാര്യ പ്രഗ്നൻ്റ് ആണ്, പക്ഷേ അയാളുടെ കുട്ടി അല്ല എന്നും പറഞ്ഞ് അവൾ ഉപേക്ഷിച്ചു. അവൾ എന്നാ ചെയ്തിരിക്കണത്? ഹൈക്കോടതിയിൽ പോയി ഗർഭശിശുവിൻ്റെ DNA ടെസ്റ്റിന് വേണ്ടി ഹൈക്കോടതി ഓർഡർ ഇട്ടെന്നാണ് തോന്നണത്. അല്ലാതെ നിവർത്തിയില്ലല്ലോ. സ്വന്തം വയറ്റിൽ പിറന്ന കുഞ്ഞ് ആ ഭർത്താവിൻ്റെ അല്ലെന്ന് പറയുമ്പോഴൊരു അവസ്ഥയിലേ നമുക്ക് എന്നാ തോന്നുന്നത്? ഈ ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നും, അയാളുടെ വെറുപ്പ് തോന്നും, കല്യാണം കൊണ്ടുവന്നവരോട് വെറുപ്പ് തോന്നും, എല്ലാവരോടും നമുക്ക് തോന്നും. ഇതാണ് ലൈഫെന്ന് പറയണത്. ഈ സമയത്തും ഇതന്നെയെല്ലാം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ അവസ്ഥ. അന്ന് ഹൈക്കോടതി ഇല്ല, ഞാൻ ഭാഗ്യം. അമ്മയ്ക്കൊരു ഹൈക്കോടതി ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ തന്നെയാണ് അമ്മ പോയത്. അതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. നമ്മൾ വിശ്വാസികളെന്ന് പറയുന്ന എല്ലാവരും വിശ്വാസികളാണോ അല്ലേ എന്നുള്ളത് ഒരു ജീവിതാനുഭവത്തെ നമ്മളെങ്ങനെ സുവിശേഷവിഹിതമായി സമീപിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ വിശ്വാസി ഒത്തിരി വളരാനുണ്ട്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.
ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ 2025 ഞാൻ യു കെയിലായിരുന്നു. എനിക്ക് ജോലി സംബന്ധിച്ച് തടസ്സമായിട്ട് ഒരു പ്രശ്നത്തിലായതുകൊണ്ടാണ് ഞാൻ മരിയൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഇന്ത്യയിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തതിന് ഒരു 3.5 മാസമായപ്പോൾ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ കോളിൽ വരികയും ഞാൻ പഠിച്ച ഫീൽഡിലുള്ള ഞാൻ ആഗ്രഹിച്ച റോള് തന്നെ അനലിസ്റ്റായിട്ട് എനിക്കൊരു ജോലി ലഭിക്കുകയും ചെയ്തു. ഞാൻ യു കെയിലായിരിക്കുന്ന സമയത്ത് ഒരു 1.5 വർഷമായി ജോലി ഇല്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴാണ് വിചാരിച്ചത് ഞാൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാനിങ്ങനെ ആപ്ലിക്കേഷനൊക്കെ ഓരോ ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ കൃപാസന മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഒക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ എപ്പോഴും ഓരോ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം. പക്ഷേ ഓരോ ജോലിയും വന്ന് എനിക്കിങ്ങനെ ഒരു ഫൈനൽ ഇതൊക്കെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് പറയും ഇതെനിക്ക് ശരിയാവില്ല, ഇതല്ല. എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും ഇതല്ല എൻ്റെ ജോലി, എനിക്ക് വേറെ എന്തോ ഒരു നല്ലൊരു ജോലി വരുന്നുണ്ടെന്ന്. അപ്പം എനിക്കിങ്ങനെ മാതാവ് എനിക്കിങ്ങനെ ഒരു ദർശനം തന്നുകൊണ്ടിരുന്നു. ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയുടെ ലോഗോയിൽ ഒരു ബ്ലൂ കളറുള്ളൊരു ലോഗോ ആയിരിക്കും എന്ന്. അപ്പോൾ അത് മാതാവിൻ്റെ തന്നെ ഒരു ജോലിയാണ്, മാതാവിൻ്റെ കളറാണ്. അപ്പോൾ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വന്നുകൊണ്ടിരുന്ന ജോലി, അതിന് മുന്നേ വന്നുകൊണ്ടിരുന്ന ജോലിയുടെ ഇൻ്റർവ്യൂ അതൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരു ജോലി എനിക്ക് ഓൾമോസ്റ്റ് ഓഫർ ലെറ്റർ കിട്ടിയതായിരുന്നു. പക്ഷേ എന്നിട്ട് അവരോട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എന്തോന്ന് എനിക്കറിയില്ല, ഞാൻ ഫോർവേഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ആ ബ്ലൂ കളർ കമ്പനിക്ക് എനിക്ക് അങ്ങനെ വരും എന്ന് കരുതി ഞാൻ അത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി അപ്പോൾ കുറച്ച് ഞാൻ സാഡായി. ഞാനിങ്ങനെ ചോദിച്ചു എന്താ മാതാവേ അത് വരാത്തത്, ഇനിയിപ്പോൾ ഞാൻ ഇതിന് പോകണോ അതോ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോ എന്ന്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് എനിക്ക് ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ ഒരു ദർശനം എനിക്കുണ്ടായി. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ടൂർ പോകുന്ന ഒരു സ്ഥലത്ത് ജോസഫ് അച്ഛനെ കാണാൻ ഇടയായി. അപ്പം ഞാൻ ജോസഫ് അച്ഛനോട് അങ്ങോട്ട് പോയി സംസാരിച്ചു, അച്ഛാ എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, എന്താവും, എനിക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു. എനിക്കൊന്നും ശരിയാവുന്നില്ല. അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നെക്സ്റ്റ് ഡേ ആ മാതാവിൻ്റെ ആ ബ്ലൂ കളർ ലോഗോ ഉള്ള കമ്പനിയിൽ നിന്ന് എനിക്ക് കോൾ വരുന്നത്. ഞാൻ പഠിച്ച ഫീൽഡിൽ ഞാൻ MBA ആണ് പഠിച്ചത്. യു കെയിൽ MBA പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളാണ് ജോബ് കിട്ടാൻ. അപ്പം നമ്മൾ ആഗ്രഹിച്ച ഒരു റോള് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഇന്ത്യയിലും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച ഒരു റോള് അനലിസ്റ്റായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണത്. അവിടുത്തെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഓരോ ഇൻ്റർവ്യൂ സമയത്തും മാതാവിൻ്റെ ഉപ്പും തൈലും ഒക്കെ ഇപ്പം അവരുടെയൊക്കെ പേര് സൂമിൽ എഴുതി കാണിക്കുമ്പം ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ മാതാവേ നീ അവർക്ക് എന്നെ തിരഞ്ഞെടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഓരോ സമയത്തും ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ പോലും ഞാൻ മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടായിരുന്നു ഞാൻ ഇതെല്ലാം ആൻസർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം എനിക്കെല്ലാം 2 ഇൻ്റർവ്യൂ ലെവൽ ക്രാക്ക് ചെയ്ത് മൺഡേ ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതെനിക്ക് മാതാവ് തന്ന ജോലിയാണ്. കാരണം ഞാൻ പണ്ട് എൻ്റെ മെറിറ്റിൽ എനിക്കൊരു ജോലി കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഞാനൊരു ഉടമ്പടി എടുത്തതിന് ഫലമായിട്ടാണ് എനിക്ക് ആ ഒരു പ്രോപ്പർ ജോലി കിട്ടുന്നത് തന്നെ. കാരണം ഇത്രയും നാളൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ്, അത് മാതാവ് തന്ന ജോലി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ യു കെയിലായിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും എല്ലാവർക്കും മാതാവ് വരുന്നുണ്ട്, പക്ഷേ
എൻ്റെ അമ്മയ്ക്ക് മാതാവ് സ്വപ്നത്തിൽ വന്നിട്ടുണ്ട്, എൻ്റെ സിസ്റ്ററിന് അടയാളം കൊടുത്തിട്ടുണ്ട്. അപ്പം മാതാവ് എനിക്കൊന്ന് വന്നായിരുന്നെങ്കിൽ ഒരു തവണ ഞാൻ ആഗ്രഹിച്ചു. കാരണം ഞാൻ എപ്പോഴും വർക്കിന് പോകുമ്പം കുറേ കൊന്ത ചൊല്ലുമായിരുന്നു. 1 മണിക്കൂർ മുമ്പ് ഞാൻ ഒരു പള്ളിയിൽ പോയിട്ടിരുന്ന, തൊട്ടടുത്ത് പള്ളിയുണ്ട്. അപ്പം ഞാൻ 1 മണിക്കൂർ മുമ്പ് ഇറങ്ങി ഒരു 5 കൊന്തയും പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടായിരുന്നു ഞാൻ ജോലിക്ക് പൊക്കോണ്ടിരുന്നത്. അപ്പം മാതാവിനെ എനിക്കൊന്ന് കാണണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് വരുമെന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് മാതാവ്, ഞാനിങ്ങനെ ഒരു 2:30 ആയിരുന്ന സമയത്ത്, ആ സമയം ഒരു ക്വൈറ്റ് സമയമായിരുന്നു കാഫേയിൽ. ഒരു കപ്പിൾ വരുവാണ്, ഒരു ലേഡി ആൻഡ് അവരുടെ ഹസ്ബൻഡ്. മാതാവ് ആയിരുന്നു അത്, ആ ഒരു വുമൺ. മാതാവ് ഒരു ബ്ലൂ കളർ ഒരു ടോപ്പും വൈറ്റ് കളർ സ്കേർട്ടും ആയിരുന്നു. മാധവൻ ഒരു ഗ്രേ കളർ കണ്ണുമായിരുന്നു. ഞാനിത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, മാധവ് ഇങ്ങനെ കയറുന്ന സമയത്ത് ഭയങ്കര ഒരു മുല്ലപ്പൂഞ്ച പെർഫ്യൂമായിരുന്നു ഫുള്ള്. അപ്പം മാധവൻ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇത് ചിലപ്പോൾ പെട്ടെന്ന് വന്ന് പോയതായിരിക്കും. അല്ല, ഞാൻ ആ പുള്ളിക്കാരത്തി മാതാവ് ഇരുന്ന ചെയറിൻ്റെ അവിടെ ഫുള്ള് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ചോദിച്ച് പോകുമ്പോഴും മാതാവിൻ്റെ അടുത്തുനിന്ന് നല്ല മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് എൻ്റെ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാനേജറിനോട് ചോദിച്ചു, ഇത് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണോ, ഇത് ആരവരെ അറിയുമോ? കാരണം എൻ്റെ മാനേജറിന് ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനെ അറിയാം അവരുടെ കഫേയിൽ വരുന്നത്. പക്ഷേ എൻ്റെ മാനേജർ കൺഫേം ചെയ്തു, ഇങ്ങനൊരാൾ ആദ്യമായിട്ടാണ് ഈ കഫേയിൽ വരുന്നത്. എന്നിട്ട് എൻ്റെ മാതാവ് എന്നെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ബിസി ആയതുകൊണ്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുന്നില്ല. പക്ഷേ മാതാവിന് ദൂരേന്ന്, മാതാവ് ഓർഡർ എടുക്കാനാണെങ്കിലും ഞാൻ ചില്ലിൽ നിൽക്കുമ്പോൾ പോലും മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ച്, ദൂരെ ആണെങ്കിൽ പോലും എന്നെ കൈകൊണ്ട് വിളിക്കത്തില്ല, എൻ്റെ അടുത്ത് വന്നിട്ടാണ് മാതാവ് ഓർഡർ എടുത്തുകൊണ്ടിരുന്നതും കാര്യങ്ങളൊക്കെ. എന്നിട്ട് മാതാവ് എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഫസ്റ്റ് ഡേ മാതാവ് എനിക്ക് 3 തവണ മാതാവ് കഫേയിൽ വന്നാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ മാതാവ് ഒന്നുകൂടെ വരാമോ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ഫസ്റ്റ് ടൈം എന്നെ വന്നപ്പം എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, യു ആർ വർക്കിംഗ് വെരി ഹാർഡ് എന്ന് പറഞ്ഞു. എന്നിട്ട് ടിപ്പായിട്ട് കുറേ പൈസയൊക്കെ, എപ്പോൾ വന്നാലും ടിപ്പായിട്ട് കുറേ പൈസയൊക്കെ വന്ന് ഈ ടിപ്പ് ജാറിൽ ഇട്ടിട്ട് പോവുമായിരുന്നു. അങ്ങനെയാണ് എനിക്കൊരു മാതാവിൻ്റെ ഒരു നല്ലൊരു അനുഭവം ഉണ്ടായി. പിന്നെ എനിക്ക് അല്ലാതെ പ്രാർത്ഥിക്കുമ്പം പള്ളിയിൽ സുഗന്ധാഭിഷേകങ്ങളും അല്ലാതെ ഇങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും ഈ സുഹൃത്ത് ജപമായിട്ട് ഇത് ചൊല്ലുമ്പോഴും എനിക്ക് ഈ മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ ഇവിടുത്തെ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ച് എൻ്റെ അലർജി, എനിക്ക് ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിരുന്നു എനിക്ക് പാല് കുടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തുമ്മൽ ഒക്കെ വരും. എനിക്കത് UK നിന്ന് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര കൂടുതലായി. എൻ്റെ ഫേവറേറ്റാണ് ചായ. അപ്പം എനിക്കത് കുടിക്കുമ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ചായ കുടിക്കണം. അപ്പം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറി. അതുപോലെ തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ ഇവിടെ ഞാൻ ഇന്ത്യയിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി. കാരണം എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായി, എനിക്ക് ഫറ്റീഗ് കണ്ടിന്യൂസ് ആയിട്ട്, അതുപോലെ ഭയങ്കര ക്ഷീണം, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ തളർച്ചയും എൻ്റെ തൈറോയ്ഡ് ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് തൈറോയ്ഡിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് എനിക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് തന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു സിനിമ കാണുന്നൊരു വ്യക്തിയാണ്. ഞാനപ്പം കുറേ സിനിമകൾ എപ്പോഴും ആൾക്കാരോട് ഞാൻ ഫോഴ്സ് ചെയ്യും, ഇത് കാണണം അത് കാണണം. പക്ഷേ ഞാനിപ്പോൾ കൂടുതലും എൻ്റെ ഫ്രണ്ട്സിനോട് ഇപ്പം എല്ലാവരോടും ഞാൻ പറയും, ഞാൻ ആരെ കണ്ടാലും ഞാൻ പറയും ഇങ്ങനൊരു മാതാവുണ്ട്. ഞാൻ യൂട്യൂബിൽ കുറേ ഷെയർ ചെയ്യും. ഒരു ദിവസമെങ്കിലും ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഇന്ന ആളോട് എൻ്റെ സാക്ഷ്യം പറയും. അതുപോലെ തന്നെ ഇവിടെ നടന്ന സാക്ഷ്യങ്ങളെല്ലാം ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് കുറേ പേര് ഇതിപ്പം കൃപാസനം ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പം എൻ്റെ തമിഴ് ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ പറയും, ഞാൻ ആലപ്പി വരുമ്പം നിങ്ങൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പം കൂടെ ഒരു പിലിഗ്രിമും കൂടെ ഉണ്ട് ഇവിടെ, അപ്പം മാതാവിനൊന്ന് വന്ന് കണ്ടിട്ട് പോകണം എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതുപോലെ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു. അതുപോലെ ഈ ഉടമ്പടിയിലൂടെ ഞാൻ ബൈബിൾ വായന, ഞാനിപ്പോൾ ഒരു കണ്ടിന്യൂസ് 30 മിനിറ്റോളം ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയായി മാറി. അതുപോലെ തന്നെ ഈ ഒരു കുരിശുവരയിൽ ഞാൻ ഭയങ്കര ഇൻവോൾവായി. പണ്ട് കൊന്ത ചൊല്ലുമായിരുന്നു, പക്ഷേ അതിന് ഇടയ്ക്ക് പോട്ടെ നാളെ ചൊല്ലാം, അതൊക്കെ എനിക്ക് മാറി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പള്ളിയുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ലേറ്റായിട്ട് കിടന്നുറങ്ങിയൊക്കെ എണീറ്റ് വരുമ്പോൾ ഞാൻ മടി പിടിച്ചിട്ട് ചില സമയത്തൊക്കെ എനിക്ക് ആക്റ്റീവ് ആണെങ്കിലും പക്ഷെ എനിക്ക് പള്ളിയിൽ പോകാതെ മടി പിടിച്ചിരുന്നു. പക്ഷേ ഞാൻ
എനിക്ക് ഓരോ അത്ഭുതങ്ങൾ നടന്നപ്പോഴും ഈശോ എന്നെ കൂടുതലായിട്ട് വിളിക്കുന്നത് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പള്ളി പോകുന്ന ഭയങ്കരമായിട്ടും പാലിക്കാൻ തുടങ്ങി. അതൊക്കെയാണ് എനിക്ക് ഈശോയും മാതാവും തന്ന എൻ്റെ അനുഗ്രഹങ്ങൾ. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ UK ഇപ്പം എനിക്ക് അവിടെ ഒരു ജോലി ഇല്ലായിരുന്നു. ജോലിയുള്ള സമയത്ത് ഞാൻ എൻ്റെ പൈസ സേവ് ചെയ്തിട്ട് കുറച്ച് ഇവിടെ വഴിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കും. അവർക്ക് കുറേ സാധനങ്ങൾ എനിക്ക് ത്രിഫ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പോലും ഞാൻ ചാരിറ്റിക്ക് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എൻ്റെ സാധനങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഒരു ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവരെ ഫൈനാൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അവർക്ക് വേണ്ടി ഓരോരുത്തർക്ക് കാണുമ്പോഴും ഞാൻ അവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാൻ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത വിധിയായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ചെയ്തിരുന്നത് യൂട്യൂബിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകൾ വരുന്ന ധ്യാനത്തിലെ കമൻറ്റ് സെക്ഷനിൽ ആൾക്കാർ ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന അവർക്ക് വേണ്ടി ഓരോരുത്തരുടെയും പേരെടുത്ത് അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഓരോ നന്മ നിറഞ്ഞ മറിയമേ അവർക്ക് ചൊല്ലി എൻ്റെ നിയോഗത്തിനോടൊപ്പം അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പത്രം ഞാൻ ഇന്ത്യയിൽ വന്നപ്പം ഞാനിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഞാൻ തിരുവനന്തപുരത്താണ്, അവിടെ ഞാൻ ഹോസ്പിറ്റലുകളിൽ പോയി. അവിടെ ഒത്തിരി പേർക്ക് മാതാവിനെ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു മാതാവ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഒത്തിരി പേരോട് അവിടെ ഇങ്ങനെ ഒരു മാതാവ് ഉണ്ട്, ആലപ്പുഴയിലൊരു മാതാവ് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാനും സാധിച്ചു. ഈ തിരുവൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്ന 10/6/2024 എനിക്ക് BTech എക്സാം നല്ല പാടായിരുന്നു, ഫൈനൽ ഇയർ എക്സാം. അപ്പം അത് പാസ്സായി നല്ല മാർക്കോടെ പാസ്സാവാൻ വേണ്ടിയിട്ടായിരുന്നു നിയോഗം വച്ചിരുന്നത്. ആ സമയം തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലും ആയിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും പഠിക്കുന്നതിലും ഉപരി കൂടുതലും ഞാൻ ബൈബിൾ വായനയിൽ 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുതലും ബൈബിളായിരിക്കും വായിക്കുന്നത്. പഠിക്കണ സമയം കുറവായിരിക്കും. പക്ഷേ റിസൾട്ട് വന്നപ്പോഴും മാതാവ് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ തന്ന് അനുഗ്രഹിച്ചു. ഞാൻ എക്സാമിന് പോകുമ്പോൾ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശുകയും ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് കുടിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും പാടായിരുന്ന എക്സാമിന് എന്നെ മാതാവ് ഏറ്റവും നല്ല മാർക്ക് തരും, ഏറ്റവും ഈസി ആയിരുന്ന എക്സാമിന് കുറവ് മാർക്കുമായിരുന്നു. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കൊണ്ട് തന്നെയാണ്, ഞാൻ പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് C പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു എക്സാം നല്ല പാടായിരുന്നു. 3 പ്രാവശ്യം ഞാൻ എഴുതിയിട്ടും കിട്ടണില്ലായിരുന്നു. അപ്പം എനിക്ക് C പ്രോഗ്രാമിൻ്റെ ബേസിക്സ് കുറച്ച് മാത്രമേ അറിയാം, ഒട്ടും അറിയത്തില്ല. എക്സാം എപ്പോൾ എഴുതിയാലും കിട്ടത്തില്ല, പാടായിരിക്കും. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ആ ടൈമിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എക്സാം എഴുതി മാരത്തോൺ സപ്ലൈ എന്ന് പറഞ്ഞൊരു സപ്ലൈ ഉണ്ടായിരുന്നു. അതിലെനിക്ക് C പ്രോഗ്രാം എക്സാം നല്ല മാർക്കോടെ പാസ്സാവാൻ അനുഗ്രഹിച്ചു. അതും എൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം എനിക്ക് അതിൻ്റെ ബേസിക്സ് പോലും കറക്റ്റായിട്ട് അറിയത്തില്ല. അത്രയും പാടുള്ള സബ്ജക്റ്റുമാണ്. എനിക്ക് 3 പ്രാവശ്യം എഴുതിയിട്ട് കിട്ടിയിട്ടുമില്ല അത്. പിന്നെ എൻ്റെ BTech ഫൈനൽ ഇയർ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയായിരുന്നു. പിന്നെ ലൈസൻസ് എനിക്ക് ഫസ്റ്റ് ടൈം എന്നെ കിട്ടി. എടുത്തപ്പോൾ എനിക്ക് തെറ്റിയായിരുന്നു ചെറുതായിട്ട്. പക്ഷേ പിന്നെ റോഡ് ടെസ്റ്റിന് വന്നിട്ട് എനിക്കൊരു തേരിയായിരുന്നു കിട്ടിയത്. അതെനിക്ക് എടുക്കാൻ നല്ല പാടായിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ഞാൻ അപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടായിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്ത് അത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ മാതാവ് അനുഗ്രഹിച്ചു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള, ഞാൻ പഠിച്ചത് BTech എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പം എനിക്ക് എൻ്റെ ട്രേഡിലായിട്ടൊരു ജോലി കിട്ടണമെങ്കിൽ നല്ലൊരു പാടാണ്. അപ്പോൾ എല്ലാവരും ഈ ട്രേഡിന് ജോലി കിട്ടത്തില്ലല്ലോ, അല്ലെങ്കിൽ ജോലി ചെയ്യണമെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പായിട്ട് ISROയിലോ അങ്ങനെ എങ്ങനെയെങ്കിലും പോകണം. അത് 1 വർഷം കഴിഞ്ഞാൽ പിന്നെ എന്താവുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇപ്പോഴും കോളേജിൽ വെച്ച് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ അപ്ലൈ ചെയ്തിരുന്ന കേപ്പ് ജെമിനി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന് എനിക്ക് അസസ്മെൻറ്റ് ടെസ്റ്റിന് കോൾ വരികയും അസസ്മെൻറ്റ് പാസ്സാവുകയും ഇൻ്റർവ്യൂവിന് അവർ വിളിക്കുകയും ചെയ്തു. ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ്റർവ്യൂവിന് കയറി, പക്ഷേ ഞാൻ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇൻ്റർവ്യൂവറിന് കേൾക്കാൻ പറ്റുന്നില്ല. 2 പാനൽ മാറിയിരുന്നു. എന്നിട്ടും ഒട്ടും അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്ന 2 പ്രാവശ്യം ഇൻ്റർവ്യൂ ക്യാൻസലായി. ഞാൻ ലാസ്റ്റ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപവും കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി ലാപ്ടോപ്പിലും പൂശിയായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു HR വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ അവർ വിളിക്കത്തില്ല എന്നാലും HR വിളിച്ചിട്ട് പറഞ്ഞു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറണം, എന്താ കയറാത്ത, മൊബൈലിലാണെങ്കിലും കയറിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ മൊബൈലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 1/2 മണിക്കൂർ അടുപ്പിച്ച് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ CVയിലെന്നായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചത്. ഇൻ്റർവ്യൂ നല്ല പാടായിരുന്നു. പക്ഷേ അന്ന് വൈകിട്ട് എനിക്ക് LOI മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ
ഞാൻ ജോയിൻ ചെയ്തു ജോബിന് ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന പൊസിഷനിൽ എയർബസിലാണ് അവർ തന്നിരിക്കുന്നത്. അപ്പം വർക്ക് ചെയ്യുന്ന പൊസിഷനിലാണെങ്കിലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രമേ അവർ എടുക്കാറുള്ളൂ. എന്നാലും അവർ ഞങ്ങൾ ഒരു 0 എക്സ്പീരിയൻസ് ആയിട്ട് ഒരു ഫ്രഷറായിട്ടുള്ള എന്നെ പിന്നെ എൻ്റെ കൂടെ 2 കുട്ടികളെയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ തന്നെ സപ്ലൈ ചെയിൻ പ്രൊക്യൂർമെൻ്റ് എന്ന് പറഞ്ഞ എയർബസിൻ്റെ ഒരു പ്രോജക്റ്റിലേക്ക് അവർ എടുത്തായിരുന്നു. അങ്ങനെ ഇത്രയും നല്ല അനുഗ്രഹം, ഇത്രയും ഫ്രഷറായിട്ട് അതിൽ കയറി പറ്റി തന്നെ എല്ലാവരും ചോദിച്ചത് എങ്ങനെ പറ്റി, ഇന്നേ അവരങ്ങനെ റിക്രൂട്ട് ചെയ്തിട്ടില്ല. അതും മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു. പിന്നെ പ്രോജക്റ്റ് ഹെഡിൻ്റെ പേര് മരിയ എന്നായിരുന്നു. അത് ഞാൻ മാതാവിൻ്റെ സാന്നിധ്യം എങ്ങനെ ഈ പ്രോജക്റ്റിൽ മാതാവിൻ്റെ സാന്നിധ്യം ഒന്ന് ചോദിച്ച് അങ്ങനെയാണ് പിറ്റേ ദിവസം സാറ് പറഞ്ഞു നിങ്ങളുടെ പ്രോജക്റ്റ് ഹെഡിൻ്റെ പേര് മരിയ എന്നാണ്. അങ്ങനെയാണ് മാതാവ് ഇത്രയും കൊടാനുകൂടി അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ എൻ്റെ ആത്മീയ ആയിട്ടുള്ള വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബൈബിൾ വായനയൊക്കെ കുറവായിരുന്നു. ഇപ്പം 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതലൊക്കെ ബൈബിൾ വായിക്കാൻ പറ്റാറുണ്ട്. പിന്നെ ജപമാല പ്രാർത്ഥന എത്തിക്കാൻ പറ്റും. പിന്നെ പള്ളിയിലാണെങ്കിലും ഞാൻ ബാംഗ്ലൂരിലാണിപ്പം. പള്ളിയിലാണെങ്കിലും ഞാൻ ശനി ഞായർ മുടങ്ങാതെ പോകാറുണ്ട്. പ്രെയർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ പത്രം കൊടുത്ത് മാതാവിനെക്കുറിച്ച് പറയാൻ പോയപ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കൃപാസനത്തിൽ വരാൻ പൈസ തരുമോ. അപ്പോൾ ഞാൻ അപ്പോഴേ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുത്തായിരുന്നു. പിന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഒരു അമ്മൂമ്മ എൻ്റെ അടുത്ത് അരിയും കുറച്ച് എണ്ണയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് അപ്പോഴേ തന്നെ വാങ്ങിച്ചു കൊടുത്തു കൊണ്ടുപോയി. പിന്നെ അതിനുശേഷം പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പം ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതെല്ലാം കൊണ്ടുപോയി മാതാവിനെ അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അറിഞ്ഞുകൂടാത്തവർക്ക് കൂടുതൽ മാതാവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ കാരണം നിരവധി പേര് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ ഇടയായിട്ടുണ്ട്. ലേറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നാട്ടിലായിരിക്കുമ്പോൾ ഞാൻ ആശുപത്രികളിലും പൊതുസ്ഥലങ്ങളിലും ആയിരിക്കും പത്രവിതരണം ചെയ്യാറുള്ളത്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.